പ്രോസ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ? ഉത്തരം ചാൾസ് ഡീക്കൻസ്. ഇന്ത്യയിലെ തന്റെ ബാല്യകാല ജീവിതത്തെ അടിസ്ഥാനമാക്കി റുഡ്യാർഡ് കിപ്ലിംഗ് രചിച്ച നോവൽ? ഉത്തരം കിം. ക്രാന്തദർശികൾ രചിച്ചത് ആരാണ്? ഉത്തരം എസ് ഗുപ്തൻ നായർ. കെ എം മാത്യു ഏത് രംഗത്ത് പ്രശസ്തനായിരുന്നു? ഉത്തരം പത്രപ്രവർത്തനം. മാർട്ടിൻ ഏഡൻ എന്ന ആത്മകഥാപരമായ നോവലിലൂടെ പ്രശസ്തനായ അമേരിക്കൻ സാഹിത്യകാരൻ ആരാണ്? ഉത്തരം ജാക്ക് ലണ്ടൻ. കന്നിക്കൊയ്ത്ത് എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം വൈലോപ്പിള്ളി. ഏണിപ്പടികൾ ആരുടെ കൃതിയാണ്? ഉത്തരം തകഴി. ഈ ലോകം കാണുന്നേരം ഓക്കാനം വന്നിടുന്നുണ്ടെങ്കിലും ഛർദിക്കുവാൻ വയ്യന്റെ മുഖത്താകും എന്ന് പാടിയത് ആരാണ്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ പ്രശസ്തനായ ഒരു വ്യക്തിയുടെ രചനയാണ്. ആരാണ് അദ്ദേഹം? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഉജ്ജയിനിയിലെ രാപ്പകലുകൾ ആരുടെ കൃതിയാണ്? ഉത്തരം വിഷ്ണു നാരായണൻ നമ്പൂതിരി. ഏലിയാസ് കനേറ്റിയുടെ ഏത് നോവലിലാണ് നായകനായ ഡോക്ടർ പീറ്റർ കീൻ തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുന്നത്? ഉത്തരം ദി ബ്ലെൻഡിങ്ങിൽ. കന്യാദാനം ആരുടെ കൃതിയാണ്? ഉത്തരം തിക്കോടിയൻ. കറുപ്പ്, വെയിൽ തിന്നുന്ന പക്ഷി, പ്രവാസിയുടെ ഗീതം എന്നിവ ആരുടെ കൃതികളാണ്? ഉത്തരം എ അയ്യപ്പൻ. ഓടി വിളയാട് പാപ്പ എന്ന തമിഴ് ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം സുബ്രഹ്മണ്യ ഭാരതി. ബാലഗംഗാധര തിലകന്റെ പ്രധാന കൃതി ഏതാണ്? ഉത്തരം ഗീതാരഹസ്യം. ദൈവദശകം രചിച്ചത് ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ഗജേന്ദ്രകുമാർ മിത്ര രചിച്ച നോവൽ ഞാൻ ചെവിയോർത്തിരിക്കും എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഉത്തരം എം എൻ സത്യാർത്ഥി. കുട്ടികൾക്കായി പറയിപ്പറ്റ പന്തിരുകുലം നോവൽ രൂപത്തിൽ രചിച്ചത് ആരാണ്? ഉത്തരം പി നരേന്ദ്രനാഥ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ പേരിൽ ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയ കവി? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. കേരള ലളിതകലാ അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന ആനുകാലികം? ഉത്തരം ചിത്രവാർത്ത. ഡ്രാക്കുള എന്ന നോവലിന്റെ ശതാബ്ദി വർഷമായിരുന്നു 1997. ആരാണ് വിഖ്യാതമായ ഈ നോവൽ രചിച്ചത്? ഉത്തരം ബ്രാം സ്റ്റോക്കർ. ബുദ്ധൻ പിറന്ന നാട്ടിൽ ആരുടെ യാത്രാ വിവരണമാണ്? ഉത്തരം കെ എൽ മോഹനവർമ്മ. മഹാഭാരതത്തിന്റെ നിരൂപണ രൂപത്തിലുള്ള കൃതിയാണ് ഭാരത പര്യടനം. ആരാണ് ഇത് രചിച്ചത്? ഉത്തരം കുട്ടിക്കൃഷ്ണ മാരാർ. മലയാളത്തിലെ ആദ്യകാല ഉപന്യാസ സമാഹാരമായ മംഗളമാല പ്രസിദ്ധീകരിച്ചത് ആരാണ്? ഉത്തരം അപ്പൻ തമ്പുരാൻ. സംഗീതസാരം എന്ന സംഗീത ശാസ്ത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഉത്തരം മാതംഗമുനി. കുഞ്ചൻ നമ്പ്യാർ രചിച്ച സംഗീത ശാസ്ത്ര ഗ്രന്ഥം ഏതാണ്? ഉത്തരം താളപ്രസ്ഥാരം. രവീന്ദ്ര സംഗീതം ആവിഷ്കരിച്ച മഹാകവി ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ആരാണ് പ്രസിദ്ധമായ പഞ്ചരത്ന കീർത്തനങ്ങൾ രചിച്ചത്? ഉത്തരം ത്യാഗരാജസ്വാമികൾ. മുട്ടത്ത് വർക്കി അവാർഡ് നേടിയ മാവേലി മൺട്രം എന്ന കൃതി ആരുടേതാണ്? ഉത്തരം കെ ജെ ബേബി. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചിലവാക്കവേ ഹൃദയത്തിലുലാവുന്നു നൃത്യ നിർമ്മല പൗർണമി. ഈ വരികൾ ആരാണ് രചിച്ചത്? ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുമമലെ വിവേകികൾ. ആരുടേതാണ് ഈ വരികൾ? ഉത്തരം കുമാരനാശാൻ. നവഗ്രഹ കൃതികൾ രചിച്ച സംഗീതജ്ഞൻ? ഉത്തരം മുത്തുസ്വാമി ദീക്ഷിതർ. ഡയാന രാജകുമാരിയെ പറ്റി വളരെ വിവാദം സൃഷ്ടിച്ച നോവൽ അന്ന പാസ്റ്റർനാക്കും ക്യാപ്റ്റൻ ജെയിംസ് ഹെവിക്കും ചേർന്ന് എഴുതിയിട്ടുണ്ട്. ഏതാണ് ആ കൃതി? ഉത്തരം എ പ്രിൻസസ് ഇൻ ലവ്. പുരാണ കഥകൾക്ക് ആധുനിക പശ്ചാത്തലത്തിൽ പുതിയ വ്യാഖ്യാനം നൽകി അവതരിപ്പിച്ച പുഷ്പവൃഷ്ടി എന്ന നാടകത്തിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം തിക്കോടിയൻ. ക്ഷേത്ര വാസ്തുശില്പ വിദ്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥം?
ഉത്തരം തന്ത്രസമുച്ചയം. മലയാളത്തിലെ ആദ്യത്തെ പോക്കറ്റ് കാർട്ടൂണായ കിട്ടുമ്മാൻ ആരുടെ സൃഷ്ടിയാണ്? ഉത്തരം യേശുദാസൻ. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ആദ്യം പ്രസിദ്ധീകരിച്ച കൃതി ഏതാണ്? ഉത്തരം തകഴിയുടെ കഥകൾ. സ്പൈസസ് ബോർഡ് പ്രസിദ്ധീകരിക്കുന്ന മാസിക? ഉത്തരം സ്പൈസ് ഇന്ത്യ. ദി വൈറ്റ് കമ്പനി എന്ന ചരിത്ര നോവൽ എഴുതിയത് വിശ്വപ്രസിദ്ധനായ ഒരു കുറ്റാന്വേഷണ കഥാകൃത്താണ്. അദ്ദേഹത്തിന്റെ പേര് എന്താണ്? ഉത്തരം സർ ആർതർ കോനൻ ഡോയൽ. ആനിമൽ ഫാം എന്ന ആക്ഷേപഹാസ്യ കൃതി രചിച്ചത് ആരാണ്? ഉത്തരം ജോർജ് ഓർവെൽ. പ്രശസ്ത സാഹിത്യകാരനായ ആനന്ദിന്റെ യഥാർത്ഥ പേര് എന്താണ്? ഉത്തരം പി സച്ചിദാനന്ദൻ. ഉജ്ജീവനം എന്ന ആനുകാലികത്തിന്റെ പത്രാധിപരായിരുന്ന സാഹിത്യകാരൻ? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. മലയാളത്തിലെ ആദ്യ ബോധോധാര നോവലായ സ്വർഗദൂതൻ രചിച്ചത് ആരാണ്? ഉത്തരം പൂഞ്ഞിക്കര റാഫി. ഒ വി വിജയന്റെ പേരിന്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ഓട്ടുപുലാക്കിൽ വേലുക്കുട്ടി വിജയൻ. പ്രശസ്ത സാഹിത്യകാരനായ എൻ പി മുഹമ്മദിന്റെ മകനും എഴുത്തുകാരനുമാണ് ഇദ്ദേഹം. ആരാണ് ഇദ്ദേഹം? ഉത്തരം എൻ പി ഹാഫിസ് മുഹമ്മദ്. സാഹിത്യവാരഫലം എന്ന പ്രസിദ്ധമായ സാഹിത്യ പംക്തി തയ്യാറാക്കിയിരിക്കുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം എം കൃഷ്ണൻ നായർ. പള്ളിക്കും പൗരോഹിത്യത്തിനുമെതിരെ ശബ്ദമുയർത്തിയ കഥാകാരൻ ആരാണ്? ഉത്തരം പൊൻകുന്നം വർക്കി. ഹൃദയവും ഞാനും, ഗ്രഹപാഠം, ഉപജന്മം എന്നീ കൃതികൾ ആരുടേതാണ്? ഉത്തരം ടി വി കൊച്ചുബാവ. ഒരു കണ്ണീർ കണം ഞാൻ മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കുകയാണ് ആത്മാവിൻ 1000 സൗരമണ്ഡലം. ആരുടേതാണ് ഈ വരികൾ? ഉത്തരം അക്കിത്തം. വണ്ടിപ്പറമ്പന്മാർ എന്ന നോവലിന്റെ സൃഷ്ടാവ്? ഉത്തരം വി ടി നന്ദകുമാർ. പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കം എന്ന് പ്രഖ്യാപിച്ച കുറിയ മനുഷ്യൻ? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്ന് പാടിയത് ആരാണ്? ഉത്തരം കുമാരനാശാൻ. വിശ്വരൂപം എന്ന പ്രസിദ്ധമായ നാടകത്തിന്റെ ശില്പി ആരാണ്? ഉത്തരം സുരാസു. എൻ ബി മുഹമ്മദിന്റെ ആദ്യ നോവൽ ഏതാണ്? ഉത്തരം മരം. തെരുവിൽ അജ്ഞാതനായി മരിച്ച നാടക പ്രവർത്തകനും സിനിമാ താരവുമായ സാഹിത്യകാരൻ ആരാണ്? ഉത്തരം സുരാസു. തിടമ്പ്, ഗൂർഖ എന്നിവ ഒരു പഴയകാല സിനിമാ താരത്തിന്റെ നോവലുകളാണ്. ആരാണ് അദ്ദേഹം? ഉത്തരം എൻ ഗോവിന്ദൻകുട്ടി. ബഷീർ, വിജയൻ, മമ്മൂട്ടി പിന്നെ മറ്റു ചിലരും ആരുടെ അനുഭവക്കുറിപ്പുകളാണ്? ഉത്തരം ജമാൽ കൊച്ചങ്ങാടി. ഒരു പ്രശസ്ത ഗാനരചയിതാവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് നീലക്കുയിൽ. ആരുടേതാണ് ഇത്? ഉത്തരം പി ഭാസ്കരൻ. ഇന്നലെ ചെയ്തൊരബദ്ധം മൂഢർക്കിന്നത്തെയും ആചാരമാവാം, നാളത്തെ ശാസ്ത്രമതാവാം, അതിൽ മൂളായിക സമ്മതം രാജൻ. ആരുടെ വരികളാണ് ഇത്? ഉത്തരം കുമാരനാശാൻ. കതിര്, കാണാക്കിളി, അൾത്താര, ഇരുമ്പുമറ എന്നിവ ഒരു പ്രസിദ്ധ സാഹിത്യകാരൻ രചിച്ച നാടകങ്ങളാണ്. ആരാണ് ഇത് രചിച്ചത്? ഉത്തരം പൊൻകുന്നം വർക്കി. കെ പി അപ്പൻ ഏത് സാഹിത്യ ശാഖയിലാണ് പ്രധാനമായും വ്യാപൃതനായിരുന്നത്? ഉത്തരം സാഹിത്യ വിമർശനം. ജീവിതത്തിന്റെ ഏറിയ ഭാഗവും ചൈനയിൽ ചിലവഴിച്ച ഒരു അമേരിക്കൻ നോവലിസ്റ്റാണ് സാഹിത്യത്തിന് നൊബേൽ സമ്മാനം നേടിയ ആദ്യ അമേരിക്കൻ വനിത. ആരാണ് അവർ? ഉത്തരം പേൾ എസ് ബക്ക്. ഒ വി വിജയന്റെ സഹോദരി പ്രശസ്ത സാഹിത്യകാരിയാണ്. ആരാണ് അവർ? ഉത്തരം ഒ വി ഉഷ. നാടക ട്രൂപ്പായ കാളിദാസ കലാകേന്ദ്രത്തിന്റെ സ്ഥാപകൻ? ഉത്തരം ഒ മാധവൻ. ഡോക്ടർ എന്ന പ്രശസ്തമായ നാടകം രചിച്ചത് ആരാണ്? ഉത്തരം വൈക്കം ചന്ദ്രശേഖരൻ നായർ. പി കേശവദേവിന്റെ ആത്മകഥ എന്താണ്? ഉത്തരം എതിർപ്പുകൾ. മലയാളത്തിലെ ആദ്യകാല സിനിമാ മാസികയായ ഫിലിം നാദത്തിന്റെ പത്രാധിപർ ആരായിരുന്നു? ഉത്തരം സി വി വാസുദേവ പിള്ള.
ഏഴു ചുവട് എന്ന ബംഗാളി നോവലിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം താരാശങ്കർ ബന്ധോപാധ്യായ. എന്റെ കർണൻ എന്ന നോവലിന്റെ കർത്താവ്? ഉത്തരം വി.ടി. നന്ദകുമാർ. കഥ എഴുതിയതിന്റെ പേരിൽ തടവ് ശിക്ഷ ലഭിച്ച മലയാള സാഹിത്യകാരൻ ആരാണ്? ഉത്തരം പൊൻകുന്നം വർക്കി. ശ്രീകൃഷ്ണ കഥ പ്രതിപാദിക്കുന്ന കൃഷ്ണായനം എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം തുളസി കോട്ടുക്കൽ.